ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് ആണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഐ ആം ഫെഡ് അപ്പ് വിത്ത് യുവർ കംപ്ലൈനിങ് നേച്ചർ. അതായത് നിങ്ങൾ ചിലപ്പോൾ ഉപദേശിക്കാൻ ചെല്ലുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ എന്താ സംസാരിക്കാത്തത്, എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാത്ത എന്താ, എന്നോട് എന്താ സ്നേഹക്കുറവ് കാണിക്കുന്നത്, എൻ്റെ കൂടെ പഴയ പോലെ എന്താണ് നിൽക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വേറെ വ്യക്തികളായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് നിങ്ങളുടെ പേഴ്സൺ വേറെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പിലാണോ, അവരോടും മിണ്ടരുത് ഇവരോടും മിണ്ടരുത് എന്നൊക്കെ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഉപദേശിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ഇല്ല, നിങ്ങളുടെ പല കാര്യങ്ങൾക്കും നിങ്ങൾ അത് വേണം ഇത് വേണം, എന്നോട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകാം. അപ്പോൾ ഐ ആം ഫെഡ് അപ്പ് വിത്ത് യുവർ കംപ്ലൈനിങ് നേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും അവരുടെ അടുത്ത് കംപ്ലൈനിങ് ചെയ്യുന്നത്, അതായത് കംപ്ലൈൻ്റ് ആയി പറയുന്നതൊക്കെ അവർക്ക് മടുത്തു എന്ന് ഉദ്ദേശിക്കുന്നു. ലെറ്റ്സ് ഹീൽ ടുഗദർ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഹീൽഡ് ആകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. എൻ്റെ ലൈഫ് നീ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നീ ഇല്ലാത്തത് ഒരു വർത്ത്ലെസ് ആണെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുള്ളി എന്തോ മനസ്സിൻ്റെ അകത്ത് കരുതി വെച്ചിട്ടുണ്ട്. ഐ നോ യു ട്രസ്റ്റ് മീ. അറിയാലോ അല്ലേ? യു ഫെയിൽ ടു കീപ്പ് എ ബാലൻസ് ബിറ്റ്വീൻ യുവർ പാരൻസ് ആൻഡ് മീ. അതായത് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള പരിഗണനയുണ്ട്. പാരൻസിന് അവരുടേതായിട്ടുള്ള പരിഗണന, ഇപ്പോൾ ലൈഫ് പാർട്ട്ണറിലാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെന്നുണ്ടെങ്കിലും ലവർ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള പരിഗണന. അപ്പൊ അത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് ചിലർക്ക് പാരൻസ് ആയിരിക്കും, ചിലർ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഈ മനസ്സിലായില്ലേ പറയാൻ ഉദ്ദേശിച്ചത്? അത് തന്നെ. ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു. അതായത് എനിക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില സമയത്ത് റൂഡായിരുന്നു. ഞാനല്ല നിങ്ങളുടെ പേഴ്സൺ. ഞാൻ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചു, അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ തമ്മിൽ ചേരുമ്പോൾ പല രീതിയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് സ്നേഹിക്കാനായിട്ടുള്ള രീതിയിൽ വരുമ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് വേറെ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഞാൻ അത് ഒഴിവാക്കി എൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചു പോയി എന്നൊക്കെയാണ് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. യു ഡിസേർവ് ബെറ്റർ ദാൻ മീ. അതായത് എന്നേക്കാളും നല്ല ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങൾ അർഹയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ, ഇതിന്റെ പുറകിലുള്ള കാരണങ്ങൾ? അയ്യോ എനിക്ക് അറിയില്ല കേട്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു. അറിയാലോ അല്ലേ? ലെറ്റ്സ് വർക്ക് ഓൺ യുവർ ഡ്രീംസ് ടുഗദർ.
ഓ ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ. നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീട് വെക്കാനോ, അല്ലെങ്കിൽ പല രീതിയിൽ എവിടെയെങ്കിലും കാഴ്ചകൾ, ട്രാവലിംഗ്, അല്ലെങ്കിൽ പല രീതിയിൽ ഒരുമിച്ച് ട്രാവലിംഗ് ചെയ്യാനോ സംസാരിക്കാനോ, അങ്ങനെ പല കാര്യങ്ങളും, ഒരു ഡേറ്റിംഗ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, ഐ ഫീൽ ദ സെയിം ഫോർ യു. അതായത് നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങളിപ്പോൾ എന്താണോ കരുതുന്നത്, അത് അവർക്കും ഒരു എന്താ പറയാ, ഒരു റിഫ്ലക്ഷൻ പോലെ, ഒരു മിററിങ് എഫക്റ്റ് പോലെ ചില ആളുകൾക്ക് വരുന്നു. ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ്. അതായത് ഇതിൻ്റെ അകത്ത് ചില ആളുകളുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായി, അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു തേർഡ് പാർട്ടിനെ കണ്ടുപിടിച്ചു. അപ്പോൾ തേർഡ് പാർട്ടിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ് വഴക്കുണ്ടായി, ബഹളമായി. നിങ്ങൾ എന്താണ്, ചില ആളുകള് തേർഡ് പാർട്ടീനെ മാരി ചെയ്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ ജീവിച്ചിട്ട് നിങ്ങളെ സൈഡിൽ കൂടി പോകാനായിട്ട്, നിങ്ങളെ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത് ചില ആളുകൾ വേണ്ടാന്ന് വെച്ച് മറ്റൊരു ജീവിതത്തിലോട്ട് പോകും. ചില ആളുകള് എന്താ പറയാ, സ്നേഹത്തിന്റെ പേരിൽ, ഇവരോടുള്ള അന്ധമായിട്ടുള്ള സ്നേഹത്തിന്റെ പേരിൽ നിൽക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആളുകള് എന്താ പറയാ, ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് എന്തോ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളും ആയിരിക്കാം. ഇപ്പൊ ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റിംഗ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ട് അടുത്തിട്ടും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടാവില്ല. അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും പുള്ളി ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ മൊമെന്റ്സും വളരെയധികം ഒരു അമൂല്യമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ടാകാം, നിങ്ങൾ ഒരുപാട് മറ്റുള്ള ആളുകളെക്കാളും, അതായത് എനിക്ക് ഈ വ്യക്തി തന്നെ വേണം, എനിക്ക് ഈ വ്യക്തിയെ ആണ് എല്ലാത്തിനും ഉപരി, എൻ്റെ വേൾഡ് ഈ വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷെ അത് ചില ആളുകൾ അത് കാണാൻ തയ്യാറായി, അത് ചില സാഹചര്യങ്ങൾ കൊണ്ടത് നടക്കാൻ പറ്റാതെ വന്നു. ചില ആളുകൾ ചതിക്കലും വഞ്ചിക്കലും ഒക്കെ വന്നു, അതിൻ്റെ ഉള്ള പരിപാടികളൊക്കെ വന്നു. എങ്ങനെയൊക്കെ ഏതൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും നിങ്ങളുമായിട്ടുള്ള സ്പെൻഡ് ചെയ്തിട്ടുള്ള നിമിഷങ്ങൾ അവരൊരു പ്രഷ്യസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നു. ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത് യു. അത് ഈ മറ്റേ എന്താ പറയാ, കംപ്ലൈനിങ് നേച്ചർ പറഞ്ഞില്ലേ, ചില ആളുകൾ പിച്ചി മാന്തി തോണ്ടി എന്നൊക്കെ പറഞ്ഞ് പഴക്കിട്ടൊക്കെ ബഹളം ഉണ്ടാക്കി പോകില്ലേ, അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവും. ചില ആളുകൾക്ക് എന്തു പറഞ്ഞാലും കംപ്ലൈന്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ടാവാം, നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് സമയം ഇരുന്നാൽ മതി, എന്നെ ഒന്ന് കണ്ടാൽ മതി, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ആ ഇഷ്ടം നിങ്ങൾ പിടിച്ചു മേടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടാവാം. നമ്മൾ ഒരുപാട് ഇങ്ങനെ കൺജസ്റ്റഡ് ആക്കരുത്. ആ ഇഷ്ടം നിങ്ങൾ പിടിച്ചു മേടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറൊരു വ്യക്തി അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒരു വഴക്കിടലോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അപ്പൊ അതിനാണ് ഈ കംപ്ലൈനിങ് നേച്ചറൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു സംഭാഷണത്തിൽ വരുമ്പോൾ നിങ്ങൾ അതിന്റെ പേരിൽ, അതായത് സ്നേഹം മെന്റലി കണക്റ്റഡ് ആയിട്ട് കൂടുതൽ നിൽക്കുന്ന ആൾക്കാണ് ബുദ്ധിമുട്ട് കൂടുതൽ വരുന്നത്. അല്ലാതെ ലോകം മുഴുവനും ബന്ധം വെച്ചോണ്ട് നടക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരികയൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് യെസ് വെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സ്നേഹിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്യുവറാണ്, ഒരു പ്യൂരിഫിക്കേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേറൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട്. അതായത് മനസ്സിലായല്ലോ, അതായത് നിങ്ങളെ കാണുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയല്ല,
അതിന്റെ അപ്പുറത്തെ ഒരാളാണ്. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് പിന്നെ എന്താണ്? ലവർ. ഐ വാണ്ട് ടു റീകൺസീൽ. അതായത് നിങ്ങൾ ഇപ്പൊ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീകൺസിഡറേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റീകൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. നിങ്ങളോടുള്ള ബന്ധം കീപ്പ് ചെയ്യാനായിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് പോട്ടെ, എല്ലാ കാര്യങ്ങളും പോട്ടെ എന്നുള്ള രീതിയിൽ വെക്കുന്നുണ്ടാകാം. പിന്നെ ചില മച്ചം പീസ് ഉണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും പണി കിട്ടുമ്പോൾ ഓ ഇതാണ് നല്ലതെന്ന് ഇവിടെ കൂടാം, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. മനസ്സിലായ? പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട്, അതായത് ഓ നിങ്ങൾ ഇപ്പൊ ഫിനാൻഷ്യലി സഹായിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓ എന്റെ കയ്യിലുള്ള പരിപാടികളൊക്കെ തീർന്നല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നല്ലോ, അപ്പൊ അപ്പുറത്ത് എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ കണക്ട് അത് കണക്ട് ആക്കി എടുക്കുക. ഇപ്പൊ തന്നെ കമന്റ് വരും, ഏയ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അതെ, നമ്മളിവിടെ ഒരാളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല ചെയ്യുന്നത്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പല ആളുകൾ കാണുന്നതാണ്. ഓക്കെ, കാരണം വരുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇപ്പൊ എല്ലാ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും മാറ്റി ഒരു പുതിയൊരു മനുഷ്യനായി അല്ലെങ്കിൽ ഒരു പുതിയൊരു മനുഷ്യത്തിയായി നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പോവുക, നല്ല കാര്യമല്ലേ? അല്ലാതെ വീണ്ടും നമ്മളൊരു ചതിയിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ വീണ്ടും ആ വ്യക്തി വേറെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. Okay. I wish I could offer you a better relationship. You never try to understand my feelings. അതായത് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ബെറ്റർ റിലേഷൻഷിപ്പിലോട്ട് നമ്മൾക്ക് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെയാണ്. അത് ഞാനൊരു ഓഫർ തരുവാണ്. പണ്ട് എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, കോടീശ്വരനാണോ എന്തോ ഒരു പരിപാടിയിൽ ഓഫർ തരില്ല, ആ ഓഫർ പോലെ പുള്ളിയെ മച്ചമ്പിയെ ഓഫർ വെക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി ബെറ്റർ ആക്കി തരാമെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. നിങ്ങൾ പുള്ളിയുടെ ഫീലിങ്സ് കാണാനായിട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. പുള്ളി പല സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പുള്ളി വേറെ എന്തെങ്കിലും പരിപാടികളിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകൾ എക്സ്ട്രാ മാരിറ്റിലായിരിക്കാം, നിങ്ങളുടെ ബന്ധം സൊസൈറ്റി അംഗീകരിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടാകാം. അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രൊഫഷൻ വൈസോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതൊന്നും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എന്റെ ഫീലിങ്സ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ലിവിങ് യു ഹേർട്സ് മീ ടു ബട്ട് ഇറ്റ് വാസ് ദ നീഡഡ്. അപ്പൊ പുള്ളി കുറച്ചു നേരത്തേക്ക്, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറയണ പോലെ, കുറച്ചു നേരത്തേക്ക് അന്യൻ, കുറച്ചു നേരത്തേക്ക് റെമോ, കുറച്ചു നേരത്തേക്ക് അമ്പി, പലതരം സ്വഭാവങ്ങളാണ് പുള്ളിക്ക് തന്നെ പുള്ളിയുടെ സ്വഭാവം അറിയില്ല. അതായത് എന്താ പറയാ, അതായത് നിങ്ങളുടെ ഈ വേർപിരിയല് ആവശ്യമാണ് എന്ന് തന്നെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമായിരുന്നു. വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ആവശ്യമായിരുന്നു, ആവശ്യമാണെന്നൊക്കെയാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. പുള്ളിക്ക് തന്നെ പല ഉദ്ദേശങ്ങളാണ് പല സമയത്ത്. My love is unconditional. I know I messed up our relationship. I can't forget my first love. Okay. അതായത് എൻ്റെ ലവ് എപ്പോഴും ഒരു എന്താ പറയാ അനിർവചനീയമാണ്, അല്ലെങ്കിൽ എൻ്റെ ലവ് അൺകണ്ടീഷണൽ ലവ് ആണ്, അങ്ങനെയൊക്കെ. ഐ നോ ഐ മെസ്ഡ് അപ്പ് അവർ റിലേഷൻഷിപ്പ്. അപ്പൊ പുള്ളിയാണ് ഇതിൻ്റെ അകത്ത് പരിപാടിയൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുകയോ, അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ആയിട്ട് പുള്ളി എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതൊക്കെ പുള്ളിക്ക് തന്നെ അറിയാമെന്ന്. ഐ കാൺട്ട് ഫോർഗെറ്റ് മൈ ഫസ്റ്റ് ലവ്. അതായത് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഫസ്റ്റ് ലവ് മറക്കാൻ പറ്റില്ല, മറക്കാൻ കഴിയും. നമുക്ക് വേറൊരു ഡെക്കിൽ നിന്ന് എടുത്ത് നോക്കാം.
ഓക്കെ. ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി, ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ്മെന്റ് ആയിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാമ്പത്തിക ബാധ്യത തേർഡ് പാർട്ടി ആയിട്ട് വരും, പ്രൊഫഷൻ തേർഡ് പാർട്ടി ആയിട്ട് വരും, വേറൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ആയിട്ട് വരും, പാരൻസ്, ഫ്രണ്ട്സ്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട പല ആളുകളും തേർഡ് പാർട്ടി ആയിട്ട് വരും. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ് നോട്ട് കെയർ, അതായത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എന്തോ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നത്, അങ്ങനെയൊക്കെയാണ് പുള്ളി വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലേ, നിങ്ങൾ എന്താ വിഷമിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കരയുന്നില്ലേ അങ്ങനെയൊക്കെയുള്ള ഇത് എന്താണ് കാരണം? പുള്ളി ആരെങ്കിലുമൊക്കെ വഴി, ഏതെങ്കിലും സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ വല്ല സോഷ്യൽ മീഡിയ വഴിയോ എന്തെങ്കിലുമൊക്കെ നൈസായിട്ടൊക്കെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും നിങ്ങൾ എന്നെ ഇതൊന്നും ബാധിക്കില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുറമെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ. ടൈം, ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ, അതായത് പുള്ളിക്ക് എന്നെ പേടിയാണ്, കാരണം ഓൾറെഡി ആക്ഷൻ എടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അൺസാറ്റിസ്ഫൈഡ്, ഐ വാസ് നോട്ട് ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. റിഗ്രറ്റ്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. അതായത് നിങ്ങൾ തമ്മിൽ ആദ്യം ഉണ്ടായിരുന്ന പോലത്തെ ഒരു കാര്യങ്ങൾ ആദ്യം നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം പല കാര്യങ്ങളും നല്ല രീതിക്ക് പോയിട്ടുണ്ടാകാം. അതിൻ്റെ അകത്ത് നൈസായിട്ട് ഒന്നല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന്റെ ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകാം. അപ്പൊ ഈ കാര്യങ്ങള് പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാത്ത ഒരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ അതിൻ്റെ അകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കും ഉണ്ടാവൂല, പുള്ളിക്കും ഉണ്ടാവൂല. ഐ വാസ് നോട്ട് ഹാപ്പി. ഓക്കെ. റിഗ്രറ്റ്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. അതായത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മച്ചമ്പി താടിക്കൊക്കെ കൈ കൊടുത്ത് ആലോചിക്കുകയാണ്. ഹാബിറ്റ്സ്, ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. അതായത് ഇതൊക്കെ മാറുമോ, എപ്പം മാറും, എങ്ങനെ മാറും, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ഡാമേജ്, വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ് കോൺവെർസേഷൻ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അതായത് നമ്മൾ രണ്ടുപേരും ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ രണ്ടുപേർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നീ വിചാരിക്കുന്നു നിനക്ക് മാത്രമേ ഉള്ളൂ, എനിക്കുമുണ്ട്, എനിക്കും സെയിം ഫീലിംഗ് ആണ് എന്നൊക്കെയാണ് മച്ചമ്പി പറയുന്നത്. എനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കണം, എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് ഈഗോ, കെമിസ്ട്രി, കൺഫ്യൂഷൻ, അതായത് ചില ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് ഈഗോ ഉണ്ടാവും. മനസ്സിലായോ? ഞാൻ വിളിക്കണോ, അവരിങ്ങോട്ട് വന്ന് എൻ്റെ കാല് പിടിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കണോ, ഞാൻ എന്തിനാ കാല് പിടിക്കേണ്ട പോകേണ്ട കാര്യം എന്തിരിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്താലും എൻ്റെ കാലം അവർ വന്ന് പിടിക്കണം, അല്ലെങ്കിൽ എന്നോട് മാപ്പ് നിങ്ങൾ പറയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്താലും ഞാനത് ന്യായീകരിക്കും, എൻ്റെ തെറ്റ് ഞാൻ അംഗീകരിക്കില്ല, പക്ഷെ നിങ്ങളുടെ തെറ്റ് ഞാൻ എല്ലാത്തിലും ഞാൻ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കും. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കണം, പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളിലായിരിക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്, അതൊന്നും നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ്, അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്, നമ്മൾ രണ്ടുപേരും ജീവിതത്തിൽ ഏത് ദിശയിലാണ് നിൽക്കുന്നത്. ഓക്കെ. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇന്റൻസ്, അതായത് ചില ആളുകൾ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവില്ലേ, ചില ആളുകൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ലവർ ആണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുമല്ലോ, അല്ലെങ്കിൽ ഒരു പാഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ആദ്യമൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ പതിയെ 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 ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈ പുതുമ നഷ്ടപ്പെടൂലേ, ആ പുതുമ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മച്ചമ്പിക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും, അതാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം. ഡു ദ വർക്ക്. Surrender, clear, cancel and release, self-acceptance. ആക്ച്വലി നിങ്ങൾ പാവങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ.
അതായത് ഈ കിടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കി, അയ്യോ ഞാനിനി ബഹളം ഉണ്ടാക്കിയല്ലോ, ഞാനത് ദേഷ്യം വന്നല്ലോ, എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ തെറ്റുകൊണ്ടാണോ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ കുറ്റം പറയുന്ന ഉള്ളില്, ഓ ആ വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും അതെനിക്ക് വേണ്ടതാണ്, അപ്പൊ ഞാൻ അത് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് എന്റെ കുറ്റം അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറച്ച് പാവങ്ങള് കാണുന്നുണ്ട്. ഓക്കെ. അന്ധമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്, ഒരുപാട് നമ്മൾ സ്നേഹത്തിന്റെ അന്ധതയിൽ വീണു പോകരുത്. തെറ്റേതാണെന്നും ശരി ഏതാണെന്നും നമ്മൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. സെൽഫ് അക്സെപ്റ്റൻസ്. മനസ്സിലായോ? നമ്മൾക്ക് ഇപ്പൊ എന്ത് കാര്യത്തിലാണെങ്കിൽ അത് നമ്മൾക്ക് ജീവിതത്തിന് ശരിയാണോ തെറ്റാണോ, അത് നമ്മളുടെ ജീവിതത്തിനെ തകർക്കുന്നതാണോ, നമ്മളുടെ ജീവിതത്തിനെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണോ ഒന്ന് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം നമ്മളുടെ ഒരു അന്ധത നമ്മളുടെ ജീവിതം തകർക്കരുത്. ഓക്കെ. കാരണം അവരോട് ഞാൻ അങ്ങനെ സംസാരിച്ചു, അവരോട് ഇങ്ങനെ സംസാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രമേ നിങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ല. നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതൊന്നും കാണൂല. മനസ്സിലായോ? ആ ഒരു ഫീലിംഗ് ആണ് ഏഞ്ചൽസ് എനിക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ വ്യക്തിയിലോട്ടാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. സ്പിരിച്വൽ ഗ്രോത്ത്, സറണ്ടർ. നമ്മളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടന്നു. കാരണം നിങ്ങൾ ഈ പല കാര്യങ്ങളും സ്വന്തമായിട്ട് അട്രാക്ട് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ ആൻഡ് ഡൗൺലോഡ്സ്. അതായത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിന്റെ അകത്ത് ചിന്തിച്ച് അട്രാക്ട് ചെയ്ത്, പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ആയിട്ട് വരും, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അട്രാക്ഷൻ വരും. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനത്തെ ഒരു പവറിൽ നിൽക്കുവാണ്. അപ്പൊ ആ രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് മാക്സിമം പോവാതിരിക്കുക. ഡു ദ വർക്ക്. അതായത് നമ്മൾ ഈ ഇതെന്താണോ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അപ്പുറത്തിരുന്ന് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കറങ്ങി തിരിഞ്ഞ് നടന്ന് വിഷമിച്ച് ദുരിതം പിടിച്ച് ഈ കാസർഗോഡ് വരുന്ന കാര്യങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് വന്ന് വാ ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരട്ടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഞാനിവിടെ കുറച്ച് ഞാനൊന്ന് ചിന്തിക്കട്ടെ, കുറച്ച് ഞാനൊന്ന് ഓവർ തിങ്ക് ചെയ്യട്ടെ, കുറച്ച് ഉറങ്ങാതിരുന്ന് ചിന്തിക്കട്ടെ, കുറച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് ചിന്തിക്കട്ടെ. ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ ഫാമിലി പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല. നിങ്ങൾ അവിടെ ഉണ്ടോ? ആളുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുന്നില്ല. നിങ്ങൾ അവര് പറയുന്നതൊക്കെ ആ ചെവിയിൽ കൂടി കേട്ട് ഈ ചെവിയിൽ കൂടി വിട്ടുകളയുന്നു. പക്ഷെ അവരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവരെയും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ്, പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കണം. നിങ്ങളുടെ ആലോചനയിൽ തടസ്സപ്പെടുത്താൻ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എത്ര നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ അവരോട് ദേഷ്യപ്പെടും. അല്ലാന്നല്ല ഷോ ഇപ്പൊ തന്നെ അത് വേണോ, ഷോ ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്യണോ, ഷോ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പറയും. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റുക. നമ്മളുടെ കൂടെ നിൽക്കുന്നവരെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നേ അല്ലേ വേണ്ടത്. കേൾക്കുന്നുണ്ടോ? നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് നോക്ക്. കാരണം യൂണിവേഴ്സ് നിങ്ങളെയും വാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് സറണ്ടർ ചെയ്യുക. അതായത് നമ്മളോട് പല കാര്യങ്ങളും ഇപ്പൊ വിഷമത്തിൽ ഒരാൾ പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചാലും വഞ്ചിച്ചാലും അത് നമ്മൾ സറണ്ടർ ചെയ്യുക, പ്രപഞ്ചത്തിൽ അർപ്പിക്കുക. ബാക്കി പരിപാടി പ്രപഞ്ചം നോക്കിക്കോളും, യൂണിവേഴ്സ് നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും. മനസ്സിലായോ? കാരണം ക്ലിയർ, ക്യാൻസൽ ആൻഡ് റിലീസ്. ആവശ്യമില്ലാത്ത നമ്മളുടെ സോളിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്ര വിഷമങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഉപദ്രവിക്കാതിരിക്കുക. പലതരം ഉപദ്രവമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് മാനസിക ഉപദ്രവമാണ് നിങ്ങളെ തന്നെ, അത് കൊടുക്കാതിരിക്കുക. ഓക്കെ. കറേജ് ആൻഡ് ബ്രേവറി. അതായത് ഈ സെൻസിറ്റീവ്, അത് ഒരുപാട് നമ്മള് എന്താ പറയാ, നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, പല ആളുകളുടെ മുമ്പിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു, ഹൈഡ്രജൻ ബലൂൺ പൊട്ടിക്കുന്ന പോലെ പോയി, ധൈര്യമൊക്കെ ചോർന്നു പോയി. അപ്പൊ ആ ധൈര്യമൊക്കെ ഒന്ന് കൊണ്ടുവരുവാന്നേ. ധൈര്യമൊക്കെ കൊണ്ടുവരണ്ടേ? ആരെങ്കിലും വരുമോ? നീ കുറെ ധൈര്യം സംഭരിക്കൂ, നീ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ യൂണിവേഴ്സാണ് പറയുന്നത്. ധൈര്യങ്ങൾ കൊണ്ടുവരണം. ഈ ലോകത്ത് ഒരു കാര്യം അനുഭവിക്കാത്തതായിട്ട് ആരുമില്ല. എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങൾ ഈ ലോകത്തെ എല്ലാവർക്കും ഉണ്ട്.
എല്ലാ വിധത്തിലുള്ള ആളുകൾക്കും, ഇപ്പൊ പാവപ്പെട്ടവർക്കാണെന്നുണ്ടെങ്കിലും പണക്കാർക്കാണെന്നുണ്ടെങ്കിലും ഏത് ലോകത്തില് ഈ പണം എന്ന് പറയുന്നത് ആവശ്യമുള്ള സാധനമാണെങ്കിലും മാനസിക ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ പണം എന്ന് പറയുന്നത് അതും എന്താ, നമുക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരുപാട് ഈ ലോകത്തുണ്ട്. മാനസിക ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മാനസികാരോഗ്യം, ഉറക്കം ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പത്ത്. എല്ലാം ഉണ്ടായിട്ട് നമുക്ക് മനസ്സമാധാനമായിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. മനസ്സിലായോ? അപ്പൊ അത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അധ്വാനിച്ച് ഉണ്ടാക്കി എടുക്കാന്നുള്ളൊരു ധൈര്യം വേണം. പണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അത് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ധൈര്യം കൊണ്ടുവരണം. നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരിക. കാരണം ഇപ്പൊ സമ്പത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കടമെങ്കിലും ചോദിക്കാം. പക്ഷെ ഈ ഉറക്കാരോടെങ്കിലും കടം ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ മാനസിക സന്തോഷം, ഒത്തിരി സന്തോഷം തരുമെന്ന് ആരെങ്കിലോടും ചോദിക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. അപ്പൊ അത് നമ്മളത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരിക. കാരണം ആളുകൾക്ക് ഇനി എന്താണ്, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള സമയം അതൊക്കെ ഇനി അങ്ങനെ ഇനിയുള്ള കാലങ്ങളിൽ അതൊന്നും ഇല്ല. അവനവന്റെ സന്തോഷം എന്താണോ അവനവൻ തന്നെ സെലക്ട് ചെയ്യുക. ഇനി നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരാൾ വരുമെന്ന് നോക്കിയിരുന്നാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ശരിയായ സമയത്ത് ഉറങ്ങുക, ശരിയായ സമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കുക, ശരിയായ മാനസികാരോഗ്യം നേടുക. ബാക്കിയെല്ലാം ദൈവം തരും. അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിച്ച് പിരിമുറുക്കങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ ലൈഫിലോട്ട് പല നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കടന്നു വരുന്നത്. ഓക്കെ, യെസ്, കട്ട് ദ കോഡ്സ്. ആവശ്യമില്ലാത്ത വിട്ടുകളയാന്നേ. ഓക്കെ, അപ്പോ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ എല്ലാ ആളുകളുടെ എനർജി ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടേതല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.